കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. ഇവിടെ നിന്നെ ആനയിച്ച് അകത്ത് കയറ്റാൻ വിളക്കും താലപ്പൊലിയൊന്നുമില്ല. വേണമെങ്കിൽ അകത്തേക്ക് കയറുപാടി. ദേ, ഭർത്താവാണെന്ന് അവകാശം കാണിച്ച് എന്നെ മെക്കിട്ട് കയറാൻ അങ്ങനെ വന്ന താൻ എൻ്റെ തനി സ്വഭാവം കാണും. ഇനി നിന്റെ എന്ത് തനി സ്വഭാവം കാണാനടി പുല്ലേ. അവിടെ തന്നെ നിൽക്കാനാ ഉദ്ദേശമെങ്കിൽ നിന്ന് വേറെ രംഗത്തേ ഉള്ളൂ. അയാൾ ദേഷ്യത്തിൽ പറഞ്ഞ് അകത്തേക്ക് പോയി. അവളൊരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ തന്നെ നിന്നു. അയൽപക്കത്തുള്ളവരുടെ തലകൾ മതിൽ വഴി തനിക്ക് നേരെ ഉയരുന്നത് കണ്ട് അവൾക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അല്ലെങ്കിലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിലെ ആസ്ഥാനത്ത് അമ്മാടിയും കള്ളുകുടിയനും അടിയും തല്ലുമായി നടക്കുന്ന ദേവദത്തനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവരെല്ലാം തന്നെ അത്ഭുത ജീവിയെപ്പോലും നോക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അവളൊരു മടിയോടെ അകത്തേക്ക് കയറി. വീട് കാണുമ്പോൾ തന്നെ ആൾ താമസമില്ലാത്തതാണെന്ന് മനസ്സിലായി. മുറ്റത്ത് മുഴുവൻ കരിയിലകളും പുല്ലും, വീടിൻ്റെ അകത്താണെങ്കിൽ മാറാലയും പൊടിയുമായി ആകൊരു പ്രേതഭവന ലുക്ക്. അവൾ പതിയെ അകത്തേക്ക് കയറി. ഉമ്മറത്തൊരു നീളൻ വരാന്ത, അകത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാള്, 2 മുറികൾ, ഒരു അടുക്കള. പെട്ടെന്ന് അയാൾ റൂമിൽ നിന്ന് ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് വന്നു. തൻ്റെ ബുള്ളറ്റിൻ്റെ കീ കയ്യിൽ കറക്കിക്കൊണ്ട് അവളെ മറികടന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡേ, നിന്റെ പേരെന്താ? അവൻ പിന്തിരിഞ്ഞ് അവളെ നോക്കി ചോദിച്ചു. വർണ്ണ. വാ പറഞ്ഞയോ? അതെന്ത് പേരാ? വർണ്ണ എന്നാ? അവൾ ചെറിയൊരു പേടിയോടെ പറഞ്ഞു. മുട്ടോളം മുടിയുള്ള നല്ല ഉണ്ടക്കണ്ണുള്ള എന്തോന്ന് അവളുടെ പേര്? അനിത. അല്ല, ആത്മികയുടെ അനിയത്തിയല്ലേ നീ? അയാൾ സംശയത്തോടെ ചോദിച്ചു. അതെ, അവൾ തല കുരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ചേച്ചിയുടെ കല്യാണം നടത്താതെയാണോ അനിയത്തിയുടെ കല്യാണം നടത്തിയത്? അത് പിന്നെ. അയാളുടെ ചോദ്യത്തിന് എന്തുത്തരം നൽകണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ വേണ്ട പുല്ല്, ഞാനെന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ വരുന്നത്? അവൻ സ്വയം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും അവൾ ആശ്വാസത്തോടൊന്ന് നെടുവീർപ്പിട്ടു. ഡേ! വീണ്ടും അയാളുടെ ഘനഗംഭീരമായ ശബ്ദം ഉയർന്നതും അവൾ ഞെട്ടി. നിനക്ക് പ്രായപൂർത്തിയായിരുന്നു? എന്ത്? അവൾ മനസ്സിലാവാതെ ചോദിച്ചു. നിനക്ക് 18 വയസ്സായോന്ന്? അല്ല, കണ്ട വലിയ പ്രായമൊന്നും തോന്നിക്കില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് 20 വയസ്സായി. അതെന്തായാലും നന്നായി, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് കെട്ടിയെടുത്തേനെ ഞാൻ ബാലവിവാഹത്തിന് കോടതി കയറി ഇറങ്ങേണ്ടി വന്നേനെ. അവൻ പൂച്ചത്തോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ ബുള്ളറ്റിൽ കയറി ചീറിപ്പാഞ്ഞ് പുറത്തേക്ക് പോയി. നീ പോടാ ചൊറിയും തവളെ, എന്നെ കളിയൊക്കെ നീ ആരാ? അവൻ പോകുന്നത് നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു. ദാ, ഇനി ഡ്രസ്സില്ലാന്ന് വേണ്ട. അത് പറഞ്ഞ് അവൻ കയ്യിലുള്ള കവർ അവളുടെ മുന്നിലേക്ക് വെച്ച് ബുള്ളറ്റിൻ്റെ അരികിലേക്ക് നടന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വേഗം തന്നെ അവൻ്റെ ബുള്ളറ്റ് റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോയി. തെമ്മാടി. അവൻ പോകുന്നത് നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവൾ തിണ്ണയുടെ മുകളിൽ വെച്ചിരിക്കുന്ന കവർ തുറന്നു നോക്കി. 2 ഡ്രസ്സുകൾ അതിലുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് കുളിച്ചേക്കാം. അവൾ അതിൽ നിന്നൊരു ഡ്രസ്സ് എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് നല്ല ഇരുട്ടാണ്, എങ്കിലും റോഡിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചെറിയ വെളിച്ചുണ്ടായിരുന്നു. കുളിമുറിയിൽ കയറി തപ്പിപ്പിടിച്ച് ലൈറ്റ് ഇട്ടു. ലൈറ്റാണെങ്കിൽ മിന്നി ചിമ്മി നിൽക്കുകയാണ്. ആ തെമ്മാടിയുടെ വീടല്ലേ, ഇത്രയൊക്കെ സൗകര്യം പ്രതീക്ഷിച്ചാൽ മതി. കാറിൻ്റെ ഉള്ളിൽ തന്നെ ഭാഗ്യം. തമ്പരാൻ രാത്രി കുളിച്ചിറങ്ങി ആരെ കാണാൻ പോയതാണാവോ എന്തോ. കോകിലയുടെ വീട്ടിലേക്കായിരിക്കും. അത്യാവശ്യം പഠിപ്പ് വിവരമുള്ള സ്ത്രീയല്ലേ അവര്, എന്നിട്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? അവൾ ഓരോന്ന് പുറത്തുകൊണ്ട് ഒരു ബക്കറ്റുമായി പുഴക്കടവിലേക്ക് ചെന്ന് ബക്കറ്റിൽ വെള്ളം നിറച്ച് കുളിമുറിയിൽ കൊണ്ടുവന്ന് വെച്ച് വാതിലടച്ചപ്പോഴാണ് വാതിലിന് കുറ്റിയില്ലാന്ന് മനസ്സിലായത്. ഇവിടുന്ന് എങ്ങനെ കുളിക്കാനാ? എന്തെങ്കിലും പറ്റി ആരും ഓടി വരാൻ കൂടിയില്ല. അവൾ തന്നെ ചീത്ത വിളിച്ചുകൊണ്ട് കുളിമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പുഴയിൽ കുളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, രാത്രി സമയമാണ്, പല നീർക്കോലി എങ്ങനെ കാണിച്ചാലോ? ഒരു ദിവസം കുളിച്ചില്ലാന്ന് വെച്ച് ആകാശം നെടുഞ്ഞു വീഴില്ലല്ലോ. അവൾ ഡ്രസ്സ് എടുത്ത് അകത്തേക്ക് വന്നു. ദൈവമേ, ഇനി അയാൾ ഇവിടെ വല്ല ക്യാമറയും വെച്ച് കാണും. അയാളെ പൂർണ്ണമായും വിശ്വസിക്കാറായിട്ടില്ല. ഏയ്, അതിന് സാധ്യത കുറവാ. ഇന്നലെ കല്യാണം കഴിയുമെന്ന് ഇന്നത്തെ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. എന്തായാലും ഒരു ഭാഗ്യപരീക്ഷണം വേണ്ട. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഡ്രസ്സ് മാറാം. അവൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഉടുത്തിരിക്കുന്ന കല്യാണ സാരി മാറ്റി വേറെ ഡ്രസ്സ് ഇട്ടു. സാരി നല്ല വൃത്തിയിൽ മടക്കി ബെഡിൽ വെച്ചു. അവൾ അപ്പോഴാണ് ആ മുറി ശരിക്ക് കാണുന്നത്. ചെറിയ റൂമാണ്. അതിനുള്ളൊരു കട്ടിലും ചെറിയ ടേബിളും ഒരു അലമാരയും മാത്രമാണുള്ളത്. റൂം മുഴുവൻ അലങ്കോലമായാണ് കിടക്കുന്നതെങ്കിലും ഈ വീട്ടിൽ പിന്നെയും വൃത്തിയുള്ളത് ഈ മുറിക്ക് മാത്രമാണ്. മറ്റൊരു റൂം കൂടി ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ്. എന്തൊക്കെയോ കുറെ ഫർണിച്ചർ കൂട്ടിയിട്ടിരിക്കുന്നു.
അവൾ ജനൽ തുറന്നിട്ടതും പുഴയിൽ നിന്നുള്ള തണുത്ത കാറ്റ് റൂമിനുള്ളിലേക്ക് വീശിയടിച്ചു. അവൾ ബെഡിന് മുകളിൽ ഓടിലേക്ക് നോക്കി കിടന്നു. ദത്തൻ അനാഥനാണോ? അവൻ ആരുമില്ലേ? അവൻ ഈ നാട്ടുകാരനല്ലെന്ന് അറിയാം. 5-6 കൊല്ലം മുമ്പാ ഇവിടേക്ക് വന്നത്. അവൾ ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോഴാണ് ടേബിളിൻ്റെ ഒരു സൈഡിലായി വെച്ചിരിക്കുന്ന അവൻ്റെ ചെണ്ട കണ്ടത്. അവൾ എഴുന്നേറ്റ് ടേബിളിൻ്റെ അടുത്തേക്ക് വന്നു. അമ്പലത്തിൽ ഉത്സവത്തിന് കണ്ടിട്ടുണ്ട് ദത്തൻ്റെ കൊട്ട്. നന്നായി തന്നെ കൊട്ടും. ആ ദിവസം എത്ര പെൺപിള്ളേരാണ് അവനെ വായി നോക്കാറുള്ളത്. അവൾക്ക് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞിറങ്ങാൻ നേരം മാമി തൻ്റെ കാതുകളിൽ പറഞ്ഞത് ഓർമ്മ വന്നു. ദത്തനാണ് കെട്ടുക എന്ന് അറിഞ്ഞിരുന്നെങ്കിലേ അന്ന് കല്യാണത്തിന് ഞാൻ എൻ്റെ പേര് തന്നെ കൊടുക്കായിരുന്നു. ഈ നാട്ടിലെ പിടക്കോഴികളുടെ ശാപം നിന്റെ തലയിൽ വീഴാതിരിക്കട്ടെ. ആമി കളിയാക്കി പറഞ്ഞതോർത്ത് വർണ്ണയ്ക്ക് ചിരി വന്നു. കാര്യം ദത്തൻ തെമ്മാടിയും കള്ളുകുടിയാണെങ്കിലും അവനെ കാണാൻ തിരക്കാടില്ല. ആരും നോക്കിപ്പോവും. പക്ഷെ സ്വഭാവം കണ്ട എടുത്ത് പൊട്ടക്കയറ്റിലിടാനും തോന്നും. അവൾ ദത്തനെ ചീത്ത പറഞ്ഞ് എപ്പോഴോ കിടന്നുറങ്ങിപ്പോയി. രാവിലെ സൂര്യന്റെ വെളിച്ചം ജനൽപാളിലൂടെ മുഖത്ത് വന്ന് പതിച്ചപ്പോഴാണ് അവൾ ഉറക്കമുണർന്നത്. സമയം എത്രയായോ എന്തോ, അയാൾ തിരുമ്പോ വന്നില്ലേ? ഇനി രാത്രി വിളിച്ചിട്ട് ഞാൻ കേൾക്കാതിരുന്നതാണോ? അവൾ ഓരോന്ന് ചിന്തിച്ച് ഉമ്മറത്തെ വാതിൽ തുറന്നു. രാവിലെ തന്നെ നല്ല ബെസ്റ്റ് കാണിയാണല്ലോ. ഉമ്മറത്തെ തിണ്ണയിലിരുന്ന് തൂണിൽ ചാരി ഉറങ്ങുന്ന ദത്തനെ നോക്കി അവൾ പറഞ്ഞു. ആഹാ, എന്താ ഒരു കോലം! താടിയും മുടിയൊക്കെ വളർന്ന് കാട്ടുമാക്കാനെ പോലെയുണ്ട്. വർണ്ണ ശബ്ദമുണ്ടാകാതെ ദത്തൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. ശരിക്കും ഉറങ്ങിയാണോ? അതോ ഇനി വടിയായി പോയോ? ആനക്കൊന്നുമില്ലല്ലോ. വർണ്ണ ഒന്ന് കുനിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദത്തൻ പെട്ടെന്ന് കണ്ണു തുറന്നതും തനിക്ക് മുന്നിൽ കണ്ണു തുറച്ചു നിൽക്കുന്ന വർണ്ണയെ കണ്ട് അവൻ പേടിച്ചു. അയ്യോ ഭൂതം! അവൻ ഞെട്ടി എണീറ്റതും ആദാ കിടക്കുന്ന മുറ്റത്ത്. അയ്യോ എന്താ പറ്റിയേ? വർണ്ണ മുറ്റത്തേക്ക് ഓടിയിറങ്ങി ദത്തനെ പിടിച്ചേൽപ്പിച്ചു. രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഇറങ്ങിയതാണ് മരഭൂതമേ. അവൻ ശരീരത്തിലെ മണ്ണും പൊടിയും തട്ടിക്കളഞ്ഞുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഞാൻ ഉറങ്ങാണെന്ന് അറിയാൻ നോക്കിയതാ. അല്ല, ഉറങ്ങിയല്ല, ഞാൻ മുറ്റത്ത് പുല്ല് പറിക്കായിരുന്നു. ഒരാൾ കണ്ണടച്ച് കരുതേ കണ്ട അറിയില്ലടി ഉറങ്ങിയാണെന്ന്. രാവിലെ തന്നെ മനുഷ്യൻ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളും. അതും പറഞ്ഞ് ദത്തൻ തിണ്ണക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ബ്രഷ് എടുത്ത് കഴുകി അതിൽ പേസ്റ്റാക്കി മുറ്റത്തേക്ക് ഇറങ്ങി. ദത്തൻ പല്ല് തേക്കുന്നത് കണ്ട് വർണ്ണയും വിരലിൽ കുറച്ച് പേസ്റ്റ് എടുത്ത് പല്ല് തേക്കാൻ തുടങ്ങി. ദത്തൻ വേഗം പല്ല് തേച്ച് അകത്തേക്ക് കയറിപ്പോയി. ശേഷം ഒരു തോർത്തെടുത്ത് പുഴയിലേക്ക് കുളിക്കാൻ പോയി. അവൻ കുളി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കയ്യിൽ ഡ്രസ്സും പിടിച്ച് വർണ്ണ കുളിമുറിയുടെ അടുത്ത് അവനെ നോക്കി നിൽക്കുന്നുണ്ട്. അവനവളെ മൈൻഡ് ചെയ്യാതെ കയ്യിലെ തോർത്തുമുണ്ട് അയലിൽ വിരിച്ച് അകത്തേക്ക് നടന്നു. ദത്താ! തന്നെ അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായതും വർണ്ണ പെന്നിയെന്ന് വിളിച്ചു. അവൻ എന്താന്ന് അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. ദത്ത, എനിക്കൊന്ന് കുളിക്കണം. അതിനെന്താ, കുളിച്ചൂടെ? ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ. അതോ ഇനി ഞാൻ നിന്നെ കുളിപ്പിച്ചു കൂടി തരണോ? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. വേണ്ട, പക്ഷെ ഈ ബാത്റൂമിൽ ലോക്കില്ല. ഞാൻ എങ്ങനെയാ കുളിക്കുക? ഒന്നിവിടെ നിൽക്കുവോ? എനിക്കൊന്നും പറ്റില്ല, എനിക്ക് വേറെ പണിയുണ്ട്. പ്ലീസ് ദത്ത, എനിക്ക് പേടിയായതുകൊണ്ടാ. അവൾ വിനയകുലീനയായി അഭിനയിച്ച് പറഞ്ഞു. ശരി, 10 മിനിറ്റ്. അതിനുള്ളിൽ കുളിച്ചിറങ്ങിയില്ലെങ്കിൽ ഞാനിട്ട് പോവും. അത് കേട്ട് വർണ്ണ വേഗം ബാത്റൂമിലേക്ക് കയറി വാതിലടിച്ചു. ദത്തൻ വാതിലിൽ ചാരി നിന്നു. അവൻ പോയോന്നറിയാൻ അവൾ ഇടയ്ക്കിടയ്ക്ക് ദത്താ ദത്താന്ന് വിളിക്കും. അത് കേട്ട് ദത്തനും ചിരി വന്നിരുന്നു. അവൻ ഡോറിൽ ചാരി നിന്ന് ഫോണിൽ ഓരോന്നും നോക്കുമ്പോഴാണ് വേലിക്കപ്പുറത്തു നിന്ന് ഒരാൾ വിളിച്ചത്. ദത്താ, ഇന്നെന്താ പോകുന്നില്ലേ? സമയമായല്ലോ. അയാൾ ചോദിച്ചു. പോവണം കേശവേട്ട. ശ്വാസം മുട്ടൽ കുറവുണ്ടോ? ആ ഉണ്ട്, രാവിലെ നല്ല മഞ്ഞാണല്ലേ, അതിൻ്റെയാ ഈ ശ്വാസം മുട്ടല്. അയാൾ ചിരിയോടെ പറഞ്ഞു. അപ്പുറത്തെ വീട്ടിലെ തള്ളയുടെ ഭർത്താവാണ് കേശവേട്ടൻ. തന്നോട് സ്നേഹത്തിൽ ഇടപഴകാറുള്ള അപൂർവം ചിലരിൽ ഒരാൾ. കേശവേട്ടനൊരു ഭാര്യയും 2 മക്കളുണ്ട്. മൂത്തത് മകളാണ്, പേര് സ്മിത. കല്യാണം കഴിഞ്ഞൊരു കൊല്ലം കഴിഞ്ഞതും ഡിവോഴ്സായി ഇപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുന്നു. അവളുടെ ഡ്രസ്സാണ് ഇന്നലെ വർണ്ണക്ക് കൊടുത്തത്. രണ്ടാമത്തേത് സനൂപ്. തന്നെ പോലെ കള്ളുകുടിയുമായി നടക്കുന്നു. പ്രൊഫഷൻ സെയിം ആണെങ്കിലും ദത്തനും സനൂപും എപ്പോഴും തമ്മിൽ കണ്ട വഴക്കാണ്. ദത്ത, ഒന്നിങ്ങും വന്നേ. കേശവേട്ടൻ കൈവീശി കാണിച്ച് ദത്തനെ വിളിച്ചതും അവൻ 2 അടി മുന്നോട്ട് നടന്നു. അയ്യോ ദത്ത, പോവല്ലേ, ഒരു 2 മിനിറ്റ്, ഇപ്പൊ കഴിയും. വർണ്ണ അകത്തിന്ന് ഉറക്കെ പറഞ്ഞതും ദത്തൻ വീണ്ടും വാതിലിൽ ചാരി നിന്നു. കേശവേട്ടനോട് 2 മിനിറ്റ് എന്ന് കൈകൊണ്ട് ആകെ കാണിച്ചു. ഡീ പുല്ലേ, നീ ഇറങ്ങുന്നുണ്ടോ? എനിക്ക് വേറെ പണിയുള്ളതാ. ദത്തൻ ദേഷ്യത്തിൽ അലറിയതും വർണ്ണ കുളിച്ചിറങ്ങി. ദത്തൻ പ്രതീക്ഷിച്ചതുപോലെ കല്യാണത്തെക്കുറിച്ച് ചോദിക്കാനായിരുന്നു കേശവേട്ടൻ വിളിച്ചത്. കൂട്ടത്തിലൊരു വട്ടപാത്രം അവന് കൊടുക്കുകയും ചെയ്തു.
ദാ ഏലയടിയാണ്. ദത്തൻ പുഞ്ചിരിയോട് അത് വാങ്ങി. വർണ്ണ അപ്പോഴേക്കും തൻ്റെ ഡ്രസ്സെല്ലാം അലക്കി അലയിൽ വിരിച്ച് ഉമ്മറത്തേക്ക് നടന്നു. ഇവിടെ മൊത്തം പുല്ലും കരിയിലാണല്ലോ, വല്ല പാമ്പും കടിക്കാതെ എന്ന ഭാഗ്യം. അപ്പോഴാണ് ഇന്നലെ ഡ്രസ്സ് തന്ന ആ ചേച്ചി അവിടെ മുറ്റമടിക്കുന്നത് കണ്ടത്. വർണ്ണൊരു മടിയോടെ വേലിക്കരികിലേക്ക് നടന്നു. ശബ്ദം കേട്ട് ചേച്ചി മുറ്റമടി നിർത്തി തലയെത്തി ചുറ്റും നോക്കി. ചേച്ചി ദേ ഇവിടെ, ഞാനാ ചേച്ചി ശൂശൂന്ന് വിളിച്ചത്. അത് പറഞ്ഞതും ആ ചേച്ചി വേലിയുടെ അരികിലേക്ക് വന്നു. എന്താ? അവർ ഗൗരവത്തോടെ ചോദിച്ചു. മുറ്റടിക്കാനൊരു ചൂല് തരൂ ചേച്ചി. ഇല്ല, ചൂല് വേണമെങ്കിലേ കടയിൽ പോയാണ് ചോദിക്കേണ്ടത്, അല്ലാതെ ഇവിടെയല്ല. അവർ ദേഷ്യത്തിൽ പറഞ്ഞതും വർണ്ണയ്ക്ക് ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി. എന്താ ഇവിടെ? ദത്തൻ അടുക്കള ഭാഗത്ത് നിന്ന് മുൻവശത്തേക്ക് വന്നു. അതൊന്നുമില്ല ദത്ത, മോള് മുറ്റം തൂക്കാനൊരു ചൂല് തരുമ്പോൾ ചോദിച്ചതാ. മോളിവിടെ നിൽക്കേ, ചേച്ചി ഇപ്പൊ ചൂലെടുത്ത് തരാം. ആ സ്ത്രീ വേഗം പോയി ഒരു ചൂലെടുത്ത് കൊണ്ടുവന്ന് വർണ്ണയ്ക്ക് കൊടുത്തു. അത് കണ്ട് വർണ്ണയ്ക്ക് ചിരി വന്നിരുന്നു. ദത്തൻ അത് ശ്രദ്ധിക്കാതെ കയ്യിലുള്ള പാത്രവുമായി അകത്തേക്ക് പോയി. മുറ്റമേ, നിനക്കിനി ശാപമോക്ഷം. വർഷങ്ങളായി ചൂല് പതിയാത്ത ഈ മണ്ണിൽ ഇന്നിതാ നിങ്ങളുടെ രക്ഷക്കായി വർണ്ണ എത്തിയിരിക്കുന്നു. അവൾ വേഗം അവിടെയെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി. ഓ, രാവിലെ തന്നെ ഉടുത്തിറങ്ങി എങ്ങോട്ടാണാവോ? കവലയെ വല്ല അടിപിടിയായിരിക്കും. ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്ന ദത്തനെ നോക്കി വർണ്ണ മനസ്സിൽ പറഞ്ഞു. അവൻ മുണ്ടും മടക്കി കുത്തി ഉമ്മറത്തെ ചുമരിൽ ചാരി വെച്ചിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോക്ക് മുമ്പിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചു. ആഞ്ജനേയ ഭക്തനാണെന്ന് തോന്നുന്നു. അത് കണ്ട് വർണ്ണ പറഞ്ഞു. ഡേയ്! ദത്തൻ അവളെ കടന്ന് മുറക്കാലരുത്. എന്താടാ? അവളും ഒരു ഫ്രോയിലങ്ങ് പറഞ്ഞു. പിന്നെയാണ് താൻ എന്താ വിളിച്ചതെന്ന ബോധം അവൾക്ക് വന്നത്. രാവിലെ തന്നെ ചൂലും കൊണ്ട് ശകുനം നിന്നോളും, നാശം. അവൻ അവളെയും ചൂലിനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ശകുനം നോക്കി സർക്കാർ ഉദ്യോഗത്തിന് പോവല്ലേ? ഏയ്, നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞു വെറുതെ എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ടാന്ന്. അധികം കളിച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. നിനക്ക് കയറി ചെല്ലാൻ വേറെ ഇടയില്ലെന്ന് ഓർത്താൻ നിനക്ക് നന്ന്. അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും പിന്നെ വർണ്ണ ഒന്നും മിണ്ടാൻ പോയില്ല. അവൻ ബുള്ളറ്റിന്റെ കീ എടുത്ത് അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം വണ്ടിയിൽ വന്ന് കയറി. 2-3 തവണ വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചിട്ട് സ്റ്റാർട്ടാവുന്നില്ല. അത് കണ്ട് വർണ്ണ ചിരിക്കാൻ തുടങ്ങി. എന്താ ഇത്ര ചിരിക്കാനുള്ളത്? അവൻ അലറിക്കൊണ്ട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. മാസ് ഡയലോഗൊക്കെ പറഞ്ഞ് വണ്ടി കയറി വണ്ടി സ്റ്റാർട്ടാവാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ, എന്താലേ? താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് വർണ്ണ പറഞ്ഞു. ഒന്നിങ്ങോട്ട് വാ നീ. ദത്തൻ അവൾ അരികിലേക്ക് വിളിച്ചു. അത് വേണ്ട, ഞാൻ ഈ പറഞ്ഞതിന് തല്ലാനല്ലേ. ആ വിചാരേ മോനെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. തല്ലാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഞാൻ അവിടെ വന്ന് തരും. അതാ ഈ ദത്തൻ്റെ ശീലം. ഈ ദത്തൊന്നുമല്ല, ഇങ്ങ് വന്നേ. അവൻ വീണ്ടും വിളിച്ചപ്പോൾ അവളൊരു ചെറിയ മടിയോടെ അവൻ്റെ അടുത്തെത്തി. എന്താ ദത്ത? അവൾ ബഹുമാനത്തോടെ ചോദിച്ചു. ഒന്ന് തള്ളിക്കേ. അത് കേട്ടതും അവൾ അവൻ്റെ മുന്നിലായി വന്നു നിന്നു. നിങ്ങളെ കാണാനേ എന്ത് ഭംഗിയെന്നറിയോ? മുഖത്തേക്ക് നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല. നിങ്ങളെ ഭർത്താവായി കിട്ടിയതേ എൻ്റെ പുണ്യാണ്. ഡേയ്, നിനക്കെന്താ വട്ടുണ്ടോ? നിങ്ങൾ തന്നെയല്ല തള്ളാൻ പറഞ്ഞത്, ഇനിയും വേണോ? അധികം തമാശിക്കല്ലേ, നിന്നോട് വണ്ടി തള്ളാനാ പറഞ്ഞത്. ഓ, അതായിരുന്നോ? അതങ്ങോട്ട് വ്യക്തവും സ്പഷ്ടമായി പറയേണ്ട ചേട്ടാ. അത് പറഞ്ഞവൾ പിന്നിൽ നിന്നും ബുള്ളറ്റ് തള്ളാൻ തുടങ്ങി. തള്ളി തള്ളി വണ്ടി റോഡിൻ്റെ അവിടെ വരെ എത്തിയിട്ടും വണ്ടി മാത്രം സ്റ്റാർട്ടായില്ല. ക്ഷീണിച്ചോ നീ? കിതക്കുന്ന വർണ്ണയെ നോക്കി ദത്തൻ ചോദിച്ചു. ക്ഷീണിച്ചു. അവൾ കിതച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. നല്ലോണം ക്ഷീണിച്ചോ? അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. വെരി ഗുഡ്, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. ഇനി എനിക്കിട്ട് താങ്ങാൻ വരുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് നീ ഓർത്തോ. അത് പറഞ്ഞവൻ താക്കോല് തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവളെ കടന്ന് മുന്നോട്ടേക്ക് പോയി. കാലമാടാ, നീ എനിക്കിട്ട് വെച്ചതാണല്ലേ. ഇതിന് ഞാൻ തിരിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ പേര് വർണ്ണ എന്നല്ല. അവൻ പോകുന്നത് നോക്കി അവൾ പറഞ്ഞു.